കൈകളെപ്പോലെയാകണം. ഒരിക്കലും ഇടത്തെ കൈയിനെ കുത്തി വേദനിപ്പിക്കാനല്ല വലത്തെ കൈ ശ്രമിക്കുന്നത്, വലത്തെ കൈയിന്റെ മേലെ വൃത്തികേട് വാരിയിടാനല്ല ഇടത്തെ കൈ ശ്രമിക്കുന്നത്. മറിച്ച് ഈ രണ്ട് കൈകളും സന്തോഷപൂർവം ആരോഗ്യത്തോടുകൂടി വൃത്തിയോടുകൂടി മുന്നോട്ട് പോകാനാണ് രണ്ട് കൈകളും പരസ്പരം സഹകരിക്കുക. ഒരു കൈക്ക് മാത്രം ഒരു കാര്യം ചെയ്താൽ വിജയിക്കുകയില്ല എന്ന് തോന്നുമ്പോൾ രണ്ട് കൈകളും ഒരുമിച്ച് നിൽക്കുന്നു. അങ്ങനെയാണ് നമ്മൾ ഒതുവെടുക്കുന്ന സമയത്ത് നമുക്ക് മുഖം കഴുകണം. അതിന് വെള്ളമെടുക്കുമ്പോ ഒറ്റ കൈയിൽ വെള്ളമെടുത്താൽ മുഖം മുഴുക്കെ കഴുകി വൃത്തിയാക്കാൻ മാത്രമുള്ള വെള്ളം നമുക്ക് കോരിയെടുക്കാൻ പ്രയാസമാണ്. അതുകൊണ്ട് ആ സമയത്ത് രണ്ട് കൈയും ഒരുമിച്ചിങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ആവശ്യമുള്ള വെള്ളം കോരിയെടുക്കാൻ സാധിക്കും. എന്നാൽ ഒരു മാവിന്റെ മേലെയുള്ള മാങ്ങ, ഇവിടെ മാവ് എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല, മാവ് തന്നെ പറയാം, മാവിന്റെ മേലെയുള്ളൊരു മാങ്ങ അതൊരു കല്ലെടുത്ത് എറിഞ്ഞ് ആ മാങ്ങ താഴെ തള്ളിയിടണം എന്ന് വിചാരിക്കുമ്പോൾ രണ്ട് കൈയും കൂട്ടിയിട്ട് ആരും എറിയലില്ല. മറിച്ച് ഒറ്റക്കൈ കൊണ്ട് എറിഞ്ഞാലേ സ്പീഡ് ഉണ്ടാവും. രണ്ട് കൈ കൊണ്ട് കൂട്ടി എറിഞ്ഞാൽ അവിടെ സ്പീഡ് കിട്ടില്ല. അപ്പോൾ ഒറ്റക്കൊറ്റക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ഒറ്റക്കൊറ്റക്ക് ചെയ്യും, കൂടി നിന്നുകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ കൂടി നിന്നുകൊണ്ട് ചെയ്യും. ഇങ്ങനെയാണ് രണ്ട് സഹോദരന്മാർ രണ്ട് കൈകളെ പോലെ ആയിരിക്കണം എന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അൽഹംദുലില്ലാഹ്, ഇവിടെ നമ്മുടെ